കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാൻ പോവാണ്. മഹാഭാരതത്തിലെ കഥയാണ്. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്കായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കഥ പറയാം. മഹാഭാരതത്തിൽ കൗരവരും പാണ്ഡവരും വിദ്യ അഭ്യസിച്ചിരുന്നത് ദ്രോണാചാര്യരുടെ അടുത്ത് നിന്നായിരുന്നു. അപ്പോൾ ദ്രോണാചാര്യരുടെ അടുത്ത് ഗുരുകുലത്തിൽ പഠിച്ചിട്ടിരുന്ന ഇവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായ സമയത്ത് ദ്രോണാചാര്യർ വിചാരിക്കും ഇവർക്കിടയിൽ ഒരു മത്സരം നടത്തണമെന്ന് വിചാരിക്കും. അങ്ങനെ ദ്രോണാചാര്യർ ചെന്ന് ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് പറയും, ഇവർക്കിടയിൽ ഒരു മത്സരം നടത്തണം, ഒരു പരീക്ഷ നടത്തണമെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ഭീഷ്മർ പറയും, അന്നെങ്കിൽ ശരി, അങ്ങനെ മത്സരം നടത്താമെന്ന് പറയും. അങ്ങനെ ഇവർക്കിടയിൽ ഒരു പരീക്ഷ നടത്തിക്കൊണ്ട് ഇവരുടെ സാമർഥ്യം എന്തുവാണെന്ന് മറ്റു വ്യക്തികൾക്കിടയിൽ മനസ്സിലാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ച ദ്രോണാചാര്യർ ആദ്യമേ ഭീമനും ദുര്യോധനനുമായിട്ടുള്ള യുദ്ധം നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഭീമനും ദുര്യോധനനുമായിട്ടുള്ള ഗദായുദ്ധം നടക്കും. ഗദായുദ്ധത്തിൽ ഭീമനും ദുര്യോധനനും ഒരുപോലെ തന്നെ അവർ ശക്തിശാലികളാണെന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ ശക്തിയുടെ മികവ് തെളിയിക്കും. പലതരത്തിലുള്ള ഗദായുദ്ധങ്ങൾ നടത്തി അതിൽ രണ്ടുപേരും ഒരുപോലെ നിൽക്കും. അപ്പോൾ ഏറ്റവും അവസാനം ഇവർ തമ്മിലുള്ള ഇത് മത്സര യുദ്ധത്തിലേക്ക് കലാശിക്കും, കാര്യത്തിലേക്കാകുമെന്ന് മനസ്സിലാകുമ്പം ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് ഇവരെ പിടിച്ചു മാറ്റും. നിന്ന് പിടിച്ചു മാറ്റി പുറകിലോട്ട് കൊണ്ടുവരും. അങ്ങനെ അടുത്ത അർജുനന്റെ മത്സരം നടക്കും. അർജുനൻ ആകാശത്ത് പല പലതരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള അസ്ത്രങ്ങൾ വിട്ട് ആൾക്കാരിൽ നിന്ന് അതുപോലെ ആൾക്കാർ പറയും അർജുനൻ ഏറ്റവും ഉത്തമനായ ധനുർധാരി തന്നെയാണെന്ന് എല്ലാ ആൾക്കാരും അർജുനനെ പ്രശംസിക്കും. അങ്ങനെ നിൽക്കെ അതിരഥന്റെ പുത്രനായ കർണൻ ആ സ്ഥലത്തേക്ക് കയറി വരും. കർണന്റെ അസ്ത്രങ്ങൾ അർജുനന് മറുപടി നൽകിക്കൊണ്ടുവരും. അപ്പം കർണന്റെ അടുത്ത് മന്ത്രി വിതുരർ ചോദിക്കും, നിങ്ങളുടെ കുലം ഏതാണെന്ന് ചോദിക്കും. കർണന്റെ അടുത്ത് ചോദിക്കും. അപ്പം കർണൻ പറയും, ഞാൻ അതിരഥന്റെ പുത്രനാണ്, നാം ഒരു സൂതപുത്രനാണെന്ന് പറയും. അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാരും അതുപോലെ ബാക്കി കേട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും സൂതപുത്രൻ എന്ന് വിളിച്ച്, പഞ്ചപാണ്ഡവരും എല്ലാവരും സൂതപുത്രൻ എന്ന് വിളിച്ച് കർണനെ അപമാനിക്കും. അങ്ങനെ അപമാനിതനായ കർണൻ അവിടുന്ന് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് ദുര്യോധനൻ തടഞ്ഞു നിർത്തിയിട്ട് പറയും, ഞാൻ നിന്നെ അംഗരാജ്യത്തിൻ്റെ രാജാവായി വിളംബരം ചെയ്യുകയാണെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭീഷ്മ പിതാമഹൻ പറയും, നിനക്കൊരിക്കലും ഇവനെ രാജാവാക്കുവാനുള്ള അധികാരം ഇല്ലെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ധൃതരാഷ്ട്രർ സ്വന്തം പുത്രൻ്റെ ആഗ്രഹം പോലെ കർണനെ അംഗരാജ്യത്തിൻ്റെ രാജാവായിട്ട് വിളംബരം ചെയ്യും. അപ്പോൾ കർണനും ആ യുദ്ധത്തിൽ പങ്കെടുക്കാനും ആ മത്സരത്തിൽ പങ്കെടുക്കാനും സാധിക്കും. അങ്ങനെ ഇവർ കർണനും അർജുനനും കൂടെയുള്ള യുദ്ധം നടക്കട്ടെ എന്ന് ദുര്യോധനൻ പറയും. എന്നിട്ട് ദുര്യോധനൻ്റെ കൈ മുറിച്ചിട്ട് നെറ്റിയിൽ തിലകം അണിയിച്ചു കൊടുക്കും. അങ്ങനെ ഈ അർജുനനും കർണനുമായിട്ടുള്ളൊരു യുദ്ധം തുടങ്ങും. അവിടെ കർണൻ പല പല തരത്തിലുള്ള അസ്ത്രങ്ങൾ കാഴ്ചവെക്കും. മറ്റ് ജനങ്ങൾക്ക് മനസ്സിലാവും അപ്പം കർണൻ ശ്രേഷ്ഠനായ ധനുർധാരിയാണെന്നുള്ള കാര്യം. അർജുനൻ്റെ അസ്ത്രങ്ങളെ എല്ലാത്തിനെയും വിഫലമാക്കിക്കൊണ്ട് കർണൻ്റെ അസ്ത്രങ്ങൾ മുന്നേറും. കർണൻ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ വിടും. അഞ്ജലിനിയാസ്ത്രവും ഭാർഗവാസ്ത്രവും പാശുപതാസ്ത്രവും അങ്ങനെ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ വിടും. അഗ്നിയുടെ അസ്ത്രങ്ങളാണ് കർണൻ കൂടുതലായിട്ട് വിടുന്നത്. അപ്പോൾ അതിനെ കെടുത്തുവാൻ വേണ്ടി ജലത്തിൻ്റെ അസ്ത്രത്തെ അർജുനൻ ആവാഹിച്ചു വിടും. അങ്ങനെ രണ്ടുപേരുടെ അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഭയങ്കര വിസ്ഫോടനവും ഭയങ്കര അതീവ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശബ്ദങ്ങളും ആകാശത്തിൽ മുഴങ്ങും. ഭീകരമായ ശബ്ദങ്ങളും വെളിച്ചവുമൊക്കെ അതിൽ നിന്ന് വരും. അർജുനൻ്റെ അസ്ത്രങ്ങളിൽ നിന്ന് ഇടിമിന്നൽ വരും. കർണൻ്റെ അസ്ത്രങ്ങളിൽ നിന്ന് തീ ഗോളങ്ങൾ വരും. അങ്ങനെ രണ്ടുപേരുടെ അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനം അർജുനൻ്റെ അസ്ത്രം വന്ന് കർണൻ്റെ കവചത്തിൽ വന്ന് കൊള്ളും. അപ്പം രണ്ടായിട്ട് ഈ അസ്ത്രം ഒടിഞ്ഞു പോകും. അപ്പം ഇത് കാണുന്ന കുന്തിക്ക് മനസ്സിലാവും കുന്തിയുടെ പുത്രൻ തന്നെയാണ് കർണൻ എന്നുള്ള കാര്യം. അങ്ങനെ കർണനും അർജുനനും കൂടെ ഏറെ സമയം യുദ്ധം ചെയ്യും. അപ്പം സന്ധ്യാസമയത്തോട് അടുക്കുമ്പം അർജുനൻ പറയും, യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് പറയും. കർണൻ്റെ ഒരു അസ്ത്രത്തെ അർജുനൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് പറയും, നമുക്കിവിടെ കൊണ്ട് യുദ്ധത്തെ അവസാനിപ്പിക്കാം എന്ന് പറയാം. അപ്പോൾ കർണൻ ചോദിക്കും, നിനക്ക് ഭയമായോ എന്നോട് ഏറ്റുമുട്ടാനെന്ന് ചോദിക്കും. അപ്പം അർജുനൻ പറയാം, അതുകൊണ്ടല്ല,
സന്ധ്യ ആകാറായി. ഞാൻ സന്ധ്യാസമയത്തെ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് യുദ്ധം നിർത്താം. ഇനി നമുക്ക് യുദ്ധം ചെയ്യാനുള്ള അവസരങ്ങൾ പ്രാപ്തമാകുന്നതാണ്. ഇനി അവസരങ്ങൾ കിട്ടുന്നതാണ്. നമ്മൾ ഇപ്പം നീ ഒരു രാജാവായില്ലേ, അപ്പം ഇനി അവസരങ്ങൾ കിട്ടുന്നതാണെന്ന് പറയും. അങ്ങനെ കർണനും അർജുനനും കൂടെയുള്ള യുദ്ധം അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് ദുര്യോധനനും കർണനും കൂടെ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവും. അതുകൊണ്ട് ആ ഒരു അധ്യായം തീരുവാണ്. അപ്പം കർണൻ്റെ മഹാഭാരതത്തിലെ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.